ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിൽ ഒരു വീഡിയോ വന്നിട്ട് കുറേ നാളായി എന്ന് എനിക്കറിയാം. അപ്പോൾ ഞാനിപ്പോൾ യു കെയിലേക്ക് വന്നിട്ട് ഇപ്പോൾ ഏതാണ്ട് ഒരു 6 മാസത്തോളമായി. അതിന് മുമ്പും ഒരു 4 മാസത്തോളമായിട്ട് വീഡിയോ ഇട്ടിട്ടില്ല. ഏതാണ്ട് ഒരു വർഷത്തോളമായിട്ട് നമ്മുടെ ചാനലിൽ വീഡിയോ ഒന്നുമില്ല. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഇടാമെന്ന് കരുതി ഇന്ന് ഞാൻ തയ്യാറെടുപ്പുകളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇറങ്ങിയേക്കാണ്. അപ്പോൾ ഞാനും വൈഫും കൂടി ഇന്ന് നൈസായിട്ടൊന്ന് പുറത്തേക്ക് ഒരു സൈക്കിൾ റൈഡ് പോകാമെന്ന് കരുതി ഇറങ്ങിയതാണ്. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് യു കെയിൽ സ്കോട്ട്ലൻഡിൽ എൽഗിൻ എന്ന് പറയുന്ന ഒരു കൊച്ചു നഗരത്തിലാണ്. അപ്പോൾ നമ്മുടെ കയ്യിൽ ഗോപ്രോയോ അല്ലെങ്കിൽ മൈക്കോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഫോണിലാണ് ഷൂട്ട് ചെയ്യണം. ഫോണിൻ്റെ മൈക്കാണ് യൂസ് ചെയ്തേക്കണേ. അപ്പോൾ സൗണ്ടിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ഓവറോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിൽ 2 സൈക്കിളുണ്ട്. അപ്പോൾ 2 സൈക്കിളിലായിട്ടാണ് നമ്മളിന്ന് പോകാൻ ഉദ്ദേശിക്കുന്നത്. അടിപൊളി. നമ്മുടെ ഒരു സൈക്കിളിൽ എയറില്ല, പണി കിട്ടി. ഓക്കെ, നമുക്ക് എയർ നമുക്ക് അടിക്കാം. അപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ സൈക്കിളാണ്. പുള്ളിയോടെ വന്നപ്പോൾ വെച്ചിട്ട് പോയതാണ്. പിന്നെ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് നമുക്ക് തന്നതാണ്. പുള്ളി യൂസ് ചെയ്യുന്നില്ല, ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഉപയോഗിച്ചോളാൻ പറഞ്ഞ് തന്നതാണ്. അപ്പോൾ കൊണ്ടുവന്ന സമയത്ത് നമ്മുടെ ഫ്രണ്ട് വീലിന് എയർ ഉണ്ടായിരുന്നില്ല, അത് ഞാൻ അടിച്ചു വെച്ചാണ്. അപ്പോൾ ബാക്ക് വീലിൻ്റെ എയർ പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഫില്ല് ചെയ്യാം. ഓക്കെ, പമ്പ് നമ്മുടെ വണ്ടിക്കകത്ത് ഇരിപ്പുണ്ട്. നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ നമ്മളെന്നാൽ ഫ്രണ്ട് വീലിന് എയർ അടിക്കാൻ വേണ്ടിയിട്ട് വണ്ടിക്കകത്തേക്ക് നോക്കണ്ട, വണ്ടി ആകെ കുളവായിട്ട് എടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എയർ അടിക്കാം. ഒരു കയ്യിൽ ഫോൺ ഇരിക്കുന്ന കാരണം പൂശി. ഓക്കെ, അപ്പം ഇങ്ങനെ ആയിരിക്കും നമുക്ക് അനുമാനിക്കാം. അപ്പോൾ നമ്മൾ എയറും കാര്യങ്ങളൊക്കെ അടിച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഒരു അപ്പോളോ എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെ സൈക്കിളാണ്. മറ്റേത് ബെറ്റ്വീൻ്റെ സൈക്കിളാണ്. രണ്ടും ഗിയർ സൈക്കിളാണ്. യു കെയിൽ ഓൾമോസ്റ്റ് എല്ലാം ഗിയർ സൈക്കിളാണ് നമ്മൾ കണ്ടുവരുന്നത്. വന്നോ? എവിടെയായിരുന്നു? ഓക്കെ, വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഏതാ വേണ്ടേ? അത് സെറ്റാണല്ലോ അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഗിയർ വന്നിട്ട് നമ്മൾ മാറ്റുന്നത് ഈ ഒരു പൊസിഷനിലാണ്. മറ്റേ വണ്ടിയുടെ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു പൊസിഷനിലാണ് അതിൻ്റെ ഗിയർ ലിവറും കാര്യങ്ങളൊക്കെ വരുന്നത്. ഗിയർ മാറ്റുന്നത് ഫ്രണ്ടും ബാക്കും. പിന്നെ ഇവിടെ കുറേ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് സൈക്കിൾ ഓടണമെന്നുണ്ടെങ്കിൽ. അത് ഞാൻ പോണ വഴിക്ക് പറഞ്ഞു തരാം. നമുക്ക് രാത്രിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ലൈറ്റും കാര്യങ്ങളൊക്കെ മസ്റ്റാണ്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ പോണ വഴിക്ക് പറഞ്ഞുതരാം, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ വണ്ടിയൊക്കെ എടുത്ത് റെഡി ആയിട്ടേക്കാണ്. ആൾ ഗിയർ മാറ്റണമെങ്കിൽ അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. കാണുന്നത് ചവിട്ടുമ്പോൾ ഭയങ്കര സ്മൂത്താണെന്ന്. ആയില്ലേ? വാ. അപ്പം നമുക്കതിൻ്റെ ഗിയറൊന്ന് മാറ്റി കൊടുക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇതിന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും, കാരണം ഇതിനകത്ത് എഴുത്തും കാര്യങ്ങളൊക്കെ ഉള്ള കാരണം ഏത് ഗിയറിലാണ് കിടക്കണമെന്ന് അറിയാൻ പറ്റും. അതിൻ്റെ അകത്ത് അങ്ങനെയൊന്നുമില്ല. അത് കുറച്ചുകൂടി എന്താ പറയുക, അതാണ് കുറച്ചുകൂടി ബെറ്റർ ചവിട്ടാനൊക്കെ. അപ്പോൾ ഈ സീറ്റിന് കുറച്ച് ഹൈറ്റ് ഉള്ള കാരണം ആൾക്ക് കാലെത്താൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളത് കൊടുത്താൽ ഇത് പിടിക്കേ നോട്ടെ. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഇതൊരു ഗ്രാമം കേട്ടോ, സ്കോട്ട്ലാൻഡിൽ. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഇവിടെ ഒരു സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു സ്ഥലത്തേക്ക് ഇവിടെ ഒന്ന് കാണിക്കാമെന്ന് കരുതി ഇറങ്ങുവാണ്. ആ കൂട്ടത്തിൽ നിങ്ങളെയും കാണിക്കാം. ഓക്കെ, നമ്മുടെ ഗ്രാമഭംഗി കേരളത്തിൽ ഇതൊക്കെ ഉണ്ടായിട്ട് ഉപേക്ഷിച്ച് യു കെയിൽ വന്ന് ഗ്രാമഭംഗി ആസ്വദിക്കുന്നു. തലയെ കുത്തി വീഴാട്ടിരുന്നാൽ മതി. ഗിയർ മാറ്റുന്നത് ഞാൻ കയറി പോയാൽ ഇതേ. ഓഹോ, അയ്യോ, ഗോപ്രോയൊന്നും ഇല്ലാത്ത കാരണം ഷെയ്ക്ക് കുറച്ച് നന്നായിട്ടുണ്ടാവും എന്നാണ് എൻ്റെ ഒരു അനുമാനം. ചവിട്ടിയിട്ടങ്ങോട്ട് നീങ്ങുന്നില്ലല്ലോ. ഇതാണ് നമ്മുടെ സ്ഥലം. പാടോ, ആ പച്ചപ്പും ആ ഹരിതാപോ. അയ്യോ, എവിടെ? ആ വെള്ളത്തിലാ? പോട്ടെ, അങ്ങോട്ട് പോട്ടെ. അവിടെ എവിടെയും കൊണ്ട് ചാരി വയ്ക്കാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഇതിങ്ങനെ ഒരു വ്യൂ കിട്ടിയിട്ടുണ്ട്. പക്ഷെ
സൈക്കിളും കൊണ്ട് ഇറങ്ങിയിട്ട് എന്തിനാ പാടെ ഇറങ്ങണേ? തണുപ്പുണ്ടോടാ? ഫാൻ്റെ അറിയാം. അപ്പൊ ഇതാണ്, അതിന് വലിയ വില ഒന്നും ഇല്ലാന്ന് പറഞ്ഞു കേട്ടോ. തലേ കുറിച്ച് താറ്റിടക്കുക. അപ്പം ഇതാണ് ഇവിടുത്തെ കാഴ്ച. അതേപോലെ ഇവിടുന്ന് അങ്ങോട്ടേക്കൊരു വഴി കിടക്കണുണ്ടോ? അങ്ങോട്ടേക്കൊരു വഴി കിടപ്പുണ്ട്, നമുക്ക് പോയി നോക്കാം ഇവിടുന്ന് ഇറങ്ങി കഴിയുമ്പോൾ. ഈ ഷൂസൊക്കെ എടുത്ത് താമസിച്ചില്ല. നീ എങ്ങടെ പോണേ? ആ തലയും കുറിച്ച് താഴെ കിടക്കാനുള്ള പരിപാടിയാണ്. ഇടി അതിന് വലിയ കട്ടിയില്ലടി, നടുവും തല്ലി കിടക്കും. സീരിയസ്ലി പറഞ്ഞതാ. ഈ കുഞ്ഞു പിള്ളേര് വെള്ളം കാണാത്ത പോലെ. ഏയ് പോലെ മറ്റേ നമുക്ക് ആ വഴി പോയി നോക്കിയാലോ? അത് പാടാന്നുള്ളേ, പാടാണ്. ഇവിടെ നമ്മൾ സ്കോട്ട്ലൻഡ് ഞാൻ പറഞ്ഞില്ല, ഒരു എൽഗിൻ എന്ന് പറഞ്ഞൊരു ചെറിയൊരു ഗ്രാമത്തിലായതുകൊണ്ട് ഇവിടെ ഓൾമോസ്റ്റ് കൃഷി ചെയ്ത് ജീവിക്കുന്നവരൊക്കെയാണ് കൂടുതലെന്നാണ് എൻ്റെ ഒരു അനുമാനം. പാടവും കുറേ ചെമ്മരിയാടിനെയൊക്കെ മേയിച്ചുകൊണ്ട് നടക്കുന്ന ഒരുപാട് പേര്, പശു, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. പറഞ്ഞ വഴി കൂടെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട്, പക്ഷെ ആ വഴി എങ്ങടേക്ക് ഉള്ളതാണെന്ന് വലിയ ഐഡിയ ഒന്നുമില്ല. നമുക്ക് ഏതായാലും പോയി നോക്കാം. ഇതാണ് ആ പറഞ്ഞ വഴി, ഇതാണ് ആ തോട് നമ്മൾ ഇക്കൊണ്ടിരിക്കുന്നു. ഇതാണ് ആ പാടം. റോഡ് അത്ര സ്മൂത്തല്ല, അതുകൊണ്ട് നല്ല ഷെയ്ക്കുണ്ട്. തെറിച്ച് ഞാൻ എങ്ങോട്ടോ പോകുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, സ്കോട്ട്ലൻഡിലൊക്കെ നമ്മൾ സൈക്കിൾ യൂസ് ചെയ്യുന്ന സമയത്ത് ഹെൽമെറ്റ് മസ്റ്റാണ്. അതേപോലെ രാത്രി വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്ന ഡ്രസ്സ് അല്ലെങ്കിൽ ജാക്കറ്റ് മസ്റ്റാണ്. അതേപോലെ ഫ്രണ്ടിലും ബാക്കിലും ലൈറ്റ് മസ്റ്റാണ്. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ഇവിടെ പോലീസ് കൈകാണിച്ച് നിർത്തും, കാര്യം ചോദിക്കും. അതേപോലെ നമ്മുടെ നാട്ടിൽ സൈക്കിൾ ചവിട്ടുമ്പോൾ നമുക്ക് എല്ലാ ഇഷ്ടത്തിലൊന്നും സൈക്കിൾ ചവിട്ടാനും പാടില്ല. ഇവിടുത്തെ നിയമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കാറ് ബൈക്കൊക്കെ എങ്ങനെ പോകണോ അതനുസരിച്ച് റോട്ടിലൂടെ വേണം സൈക്കിൾ ഓടിക്കാൻ എന്നാണ് നിയമം. പക്ഷെ എല്ലാവരും ഒന്നും അത് പാലിക്കാറില്ല. നമ്മുടെ വാക്ക് വേ കൂടെയൊക്കെ നമ്മൾ സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോകാറുണ്ട്. ഇതൊരു ഗ്രാമമായതുകൊണ്ട് ഇവിടെ അത്രയ്ക്ക് ഇഷ്യൂ ഇല്ല. പക്ഷേ എനിക്ക് തോന്നുന്നു ലണ്ടനിലേക്കൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടി ഇഷ്യൂ ആയിരിക്കും, എനിക്ക് അറിയത്തില്ല. ഞാൻ ആ ഒരു ഏരിയയിലോട്ടൊന്നും അങ്ങനെ പോയിട്ടില്ല. അപ്പോൾ നമ്മൾ വന്നൊരു 3 കൂടി ജംഗ്ഷനിൽ വന്ന് കയറിയിട്ടുണ്ട്. ലാക്കോടിക്ക് ഒരു വീടിപ്പുണ്ട്. ഇത് നമ്മൾ വന്ന വഴിയാണ്, അതല്ലാതെ ലാക്കോടിക്ക് ഒരു വീടിപ്പുണ്ട്. ഒരു ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് വന്ന് കയറിയേക്കാം. അവിടെ കുറേ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്, പിന്നെ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ റോഡാണെന്നാണ് തോന്നുന്നത് ആ ഒരു ഏരിയയിലേക്ക്. നമുക്ക് ഈ ഒരു വഴി കൂടെ പോയി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളൊരു അപ്പാപ്പന അതിൽ കൂടെ നടപ്പുണ്ട്. പോയി നോക്കാം അല്ലേ. നമ്മുടെ നാട്ടിൽ തോട്ട് വരുമ്പത്തൂടെയൊക്കെ സൈക്കിളും കൊണ്ട് പോകണൊരു ഫീല്. പക്ഷെ തണുപ്പുണ്ട് കേട്ടോ. ഇപ്പോൾ സമ്മർ ടൈം ആണെന്നുണ്ടെങ്കിലും വെയിലില്ല, ചെറിയൊരു തണുപ്പുമുണ്ട്. ഞാനിവിടെ ഒന്ന് ചവിട്ടി, അവൾ ചവിട്ടി അങ്ങ് പോകുന്നുണ്ട് കേട്ടോ. അതൊരു സ്കൂളാണെന്ന് തോന്നുന്നു, കുറേ പിള്ളേരും കാര്യങ്ങളൊക്കെ നടക്കുന്നു. പൂ കണ്ടപ്പോൾ നടത്തിയാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. അത് കണ്ടപ്പോൾ ചവിട്ടി, ആളിതൊന്നും അറിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പുറകെ പോയി പിടിക്കട്ടെ. ശാത്തി നല്ല ചവിട്ട. ഇതിപ്പോൾ നല്ലൊരു വ്യൂ ആണ്. ഞാൻ കാഞ്ചന്തി നിന്നേ. നമ്മളിപ്പോൾ ചെന്ന് കയറുന്നത് ഒരു നല്ലൊരു വ്യൂവിലേക്കാണ് കേട്ടോ. ക്യാമറ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ല കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. കയറുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യും. സൂപ്പർ. നിൽക്കട്ടെ, അവിടെ നിന്ന് 2 ഫോട്ടോ എടുക്കാം. ഇതിപ്പോൾ മറ്റേ ഇതിനകത്ത് പറഞ്ഞ ചവിട്ടിട്ടും എത്തുന്നില്ലല്ലോ ഭായി. ഇല്ലാതെ കൂടെ വഴി അമ്മായിയുടെ വീട് പോലെ കയറി പോകാണ്ട് ചെയ്യുക. അതിൽ പിടിച്ച് കെട്ടി. വ്യൂവും കാര്യങ്ങളൊക്കെ കൊള്ളാം, പക്ഷെ എങ്ങോട്ടൊന്നും ഇല്ലാത്തൊരു വഴിയാ. ഓ പൊളി സീൻ. അവിടെ ഒരു ഫോട്ടോ എടുക്കാം. പോട്ട്
നല്ല പൊള്ളി സ്ഥലം കേട്ടോ. വരിക ചവിട്ടിയോ ആടാ. ചവിട്ടി ഉപ്പാടിയിരുന്നു. കുറേ നാളുകളായി ഇത്രയും ദൂരമൊക്കെ സൈക്കിൾ ചവിട്ടിയിട്ടോ. അപ്പോൾ അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ട് കാണാനുണ്ട്. എടാ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും എനിക്ക് തോന്നണ്ടാ. പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എനിക്ക് തോന്നുന്നത്. കേട്ടില്ല. എൻ്റെ അള്ളിയ തീർന്ന വഴി. തിരിച്ചു പോകാൻ എളുപ്പമുണ്ടാടാ. ഇറക്കാന്നാണേ. പിന്നെ കാട്ടിൽ വന്നിട്ട് ആൾക്കാരെ തപ്പിക്കഴിഞ്ഞാൽ ആളെ കിട്ടണമെങ്കിൽ കാട്ടിൽ വന്ന ആൾക്കാരെ തപ്പി ആളെ കിട്ടണമെങ്കിൽ ഇത് എന്തിൻ്റെ കാര്യമാണ് കിടക്കുന്നത് താഴെ? പൈനോ? എനിക്കറിയില്ല. നമ്മൾ വന്ന് പിന്നെ 4 കൂടി ജംഗ്ഷനിലേക്ക് എത്തി. ഫ്രേസറിന് ചെയ്യണ്ട അമ്മ. വേണ്ടെന്നാ തിരിക്കാന്നാ. ഇനി പോയി വഴിയേറ്റ വഴിയേറ്റാ. അത് പോണോ? നമ്മൾ വന്ന് ഒരു വീട് നമ്മൾ ഈ വഴിയുടെ ഇറക്കിയാതെ ഒരു വീടിൻ്റെ വേഗത്തിൽ തിരുണ്ട്. അവിടെ മെയിൻ റോഡ് കാണുന്നുണ്ട്. അവിടെ കുറേ തടികൾ കെട്ടിയിട്ടുണ്ട്. നമുക്ക് അതുവഴി റോഡിലേക്ക് ഇറങ്ങാൻ പറ്റുമെന്ന് നോക്കാം. പോട്ടെ. ഒച്ചുണ്ടാക്കാണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ റോഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ തടികളും കാര്യങ്ങളൊക്കെ മുറിച്ചിട്ടിട്ടുണ്ട്. അതാണ് നമ്മുടെ റോഡ്. നമുക്ക് അങ്ങോട്ടേക്ക് നീങ്ങി നോക്കാം, എന്നിട്ട് തിരിച്ചു വരാം. നമുക്ക് റോട്ടിൽ കൂടെ പോകാൻ പറ്റുമെന്ന് തോന്നല്ല കേട്ടോ തിരിച്ച്. കാരണം മെയിൻ റോഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈഡിൽ ചിലപ്പോൾ ഫുട്പാത്തുകളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഈ ഹെൽമെറ്റും ജാക്കറ്റും ലൈറ്റും ഒന്നും ഇല്ലാതെ ചിലപ്പോൾ റോട്ടിൽ കൂടെ പോയി കഴിഞ്ഞാൽ മാമ്മന്മാർ പിടിച്ച് കൊണ്ടുപോകും. നമുക്ക് നൈസായിട്ടൊന്ന് ഇവിടെ ഇറങ്ങി നിന്ന് നോക്കാം എന്താണ് അവസ്ഥ എന്ന്. ഇതെനിക്ക് തോന്നുന്നു 60 മൈലോ അതോ 70 മൈലോ എന്തോ ആണ് റോഡ് സ്പീഡ്. 60 മൈൽ എന്ന് പറയുമ്പോൾ നമ്മുടെ 90 കിലോമീറ്റർ 100 കിലോമീറ്ററിന് അടുത്ത് വരും സ്പീഡ്. ആ ഒരു സ്പീഡിൽ തന്നെ വേണം ഈ റോഡിൽ കൂടെ പോകാനായിട്ട്. അപ്പോൾ നമ്മൾ സൈക്കിളും കൊണ്ട് ഈ റോഡിലേക്ക് ഇറങ്ങിയുള്ള അവസ്ഥ വളരെയധികം പരിതാപകരമായിരിക്കും. നമുക്ക് തിരിച്ച് അതേ കൂടെ തന്നെ പോലെ തിരിച്ച് വന്ന വഴി അതായിരിക്കും ബെറ്റർ. ഇതിൽ ചവിട്ടാൻ പറ്റില്ല. ഇതിൽ ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി എടുത്തോണ്ട് പോകും. ആക്റ്റീവ കൊണ്ടും അതാ ചേർത്തല്ലേ. ഇടയ്ക്കൊക്കെ ഇങ്ങനെ മേലാന്നെ കാണാം. എവിടെ അഭ്യാസം കഴിച്ചിട്ട് എന്താ കാണിച്ചത്? എന്താ കാണിച്ചത്? എനിക്ക് കാലെടുക്ക. സൈക്കിളും പോയോ? എനിക്കത് അറിയണ്ടുള്ളൂ. ഇല്ലല്ലോ തോര. വേറൊന്നും പറ്റിയോ? കൈക്കത് കൈ കാണിച്ചേ? പറ്റിയില്ല. എന്നാ കാണിച്ചു നീയേ? എനിക്ക് അയ്യാ അങ്ങനെ കഴിക്കാ ഞങ്ങള്. എവിടെ അതിന് മാത്രമുള്ള വീഴ്ച വീണില്ല. അത് പൊട്ടി. കൈ കാണിച്ച് മറ്റേ കൈ. അപ്പോൾ നമ്മൾ തുടങ്ങിയോടത്തേക്കാണ് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പോൾ ആളൊരു വീഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും മടുത്തു. ഇതേ അടുത്ത വീഴാൻ
മടുത്ത് വയ്യാണ്ടായി പറയണം. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലേക്കുള്ള പ്രയാണം. ഇവിടുന്ന് റൈറ്റ് എടുത്ത് പോയാലോ വീട്ടിലേക്ക്? ആ വഴി ആ ഗ്രൗണ്ടിൽ കൂടെ റോട്ടിൽ കൂടെ വീട്ടിൽ ചെന്നാൽ മതിയോ? അങ്ങനെ പറയില്ലേ. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഞാൻ ചുമ്മാ ഒരു എന്തെങ്കിലും ഇടേണ്ടതെന്ന് കരുതിയൊരു ഇട്ടതാണ്. അപ്പോൾ അടുത്ത തവണ നമുക്ക് കുറച്ചുകൂടി ഇൻഫോർമേറ്റീവായിട്ടും അതേപോലെ കുറച്ചുകൂടെ കണ്ടൻറ് ഓറിയൻറ്റഡുമായിട്ടുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ